നമ്മുടെ ഇന്നത്തെ യാത്ര പട്ടാളം മാർക്കറ്റിലേക്കാണ്. പട്ടാളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പട്ടാളക്കാർ നടത്തുന്ന മാർക്കറ്റല്ല. നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് വണ്ടിയുടെ സ്പെയർ പാർട്സൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പട്ടാളം മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പറയാൻ കഴിവുള്ള ആൾ പൈലറ്റാണ്. പൈലറ്റിനോട് ചോദിച്ചെല്ലാം പറഞ്ഞുതരും. എൻ്റെ പേര് പൈലി, പട്ടാളം പൈലി എന്ന് പറഞ്ഞാൽ അറിയാം. വലിയ ആളായിട്ടില്ല. പോസ്റ്റ് ഓഫീസ് റോഡ് ഇങ്ങോട്ട് ഇറങ്ങില്ല, ഇങ്ങോട്ട് അവിടെയായിരുന്നു പട്ടാള ക്യാമ്പ്. ആ പട്ടാള ക്യാമ്പിൽ അവരെ കൊഴിഞ്ഞു പോയപ്പോൾ പട്ടാളം മാർക്കറ്റ് അവിടെയായിരുന്നു. ഗവൺമെൻറ് കോർപ്പറേഷൻ എടുത്തപ്പോൾ അവിടെ നമുക്ക് സ്വന്തം സ്ഥലമുള്ള മേടിച്ചിട്ടുള്ളതാണ് നമ്മൾ. അവർക്കൊക്കെയാണ് ഈ കട കിട്ടിയത്. ഞങ്ങളൊക്കെ വിലയ്ക്ക് മേടിച്ചാണ് അവിടെ ഇരിക്കുമ്പോഴുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ നികുതി അടച്ച കടലാസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നു. അസോസിയേഷൻ മീറ്റിങ്ങൊക്കെ കൂടി എല്ലാവർക്കും തുറക്കാനായിട്ട് താക്കോല് കൊടുത്തു. താക്കോല് കൊടുത്ത് പിറ്റേ ദിവസം പറഞ്ഞു ആരും തുറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 നാൾ സ്റ്റേ കൊടുത്തു. സ്റ്റേ കൊടുത്തു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആരും തുറക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ നമ്മുടെ ഒരു 5-6 പിള്ളേരായിട്ട് അവിടെ ആദ്യത്തെ കടയിൽ ഒരാളുണ്ട്, പിന്നെ അറ്റത്തെ കടയിലും കൂടിയിട്ട് ആ ഒരാൾ മറ്റേ പാർസോയിലാണ് പോയി. നിക്സനും ഉസ്സൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉസ്സന് ആ തെറ്റത്തെ കടയിൽ അവിടുന്ന് ആദ്യത്തെ അവിടെ മറ്റേ ഉസ്സൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ തുറക്കാനുള്ളപ്പോൾ അവരോട് പറഞ്ഞാൽ ഇത് ഞാൻ എന്ത് വന്നാലും ഞാനത് തുറക്കും, നമ്മുടെ ഉപജീവനമാർക്കാണ്. ആര് സ്റ്റേ കൊടുത്താലും നമ്മളിവിടെ തുറക്കും. എന്നാൽ ശരി പഞ്ചേട്ടാ, പഞ്ചാൻ്റെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇത് തുറക്കുന്നു. 4-ാം ദിവസം ഞാൻ അത് വന്ന് തുറന്നു. ഇത് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അവർ തുറന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഉസല്ലേ ആ തെറ്റത്തെ കട, ആ തെറ്റത്തെ കടയിൽ അവിടെയും പ്രാർത്ഥിച്ചിട്ട് നിക്സല്ലേ ലാസ്റ്റ് അവിടെയും പോയി 3 ആൾ ഞങ്ങൾ തുറന്നു. ഞാൻ തുറന്ന ഇവിടെയൊക്കെ കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പോൾ അസോസിയേഷൻ പറഞ്ഞു തുറന്നു അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞേ ഇത് അരിപ്രശ്നമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 3 ആളും കൂടി തുറന്നു, പിന്നെ ഒരു 10 ആൾ തുറന്നു. പിന്നെ അസോസിയേഷൻ പറഞ്ഞ് തുറന്നോളാം. അല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ പഴയ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇപ്പം മൊത്തത്തിൽ പഴയ പട്ടാളം തൊട്ട് 68 കൊല്ലമായി. പഴയ പട്ടാളം തൊട്ട് പഴയ ആൾക്കാരൊക്കെ മരിച്ചു പോയി. പഴയ പട്ടാളം പൊളിച്ചു പോയതിനു ശേഷം പഴയ പട്ടാളം തൊട്ട് ഈ പുതിയ പട്ടാളം 68 കൊല്ലമായി പട്ടാളം ഇവിടെ കട. ഇവിടെ ബൈക്കിന്റെ ആണോ മെയിൻ ആയിട്ട്? ടൂ വീലർ എല്ലാ വണ്ടികളുടെയും ഒരുവിധം എല്ലാ വണ്ടിയുടെയും ബോഡി പാർട്സ് ഉണ്ടാവും. ഫൈബർ പാർട്സ് കേട്ടോ, എഞ്ചിനൊന്നും ഉണ്ടാവില്ല, ഫൈബർ പാർട്സ് ഉണ്ടാവും. BS6 കൂടുതൽ ഉണ്ടാവും. പഴയ മോഡൽ വണ്ടി പുതിയ മോഡൽ വണ്ടികളുടെ പാർട്സാണ് കൂടുതൽ ഇരിക്കുന്നത്. ഇതൊക്കെ ആക്സസ് BS4 BS6 ആക്സസിൻ്റെ ഒരുവിധം എല്ലാ പാർട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡിയോ, ബർഗമാൻ, പിന്നെ ക്രാസിയ ഇങ്ങനത്തെ വണ്ടികളുടെ പാർട്സൊക്കെ ഒരുവിധം എല്ലാ പാർട്സ് ഉണ്ടാവും. ബോഡി പാർട്സ് എല്ലാം ഉണ്ടാവും. ഇത് ഹെഡ്ലൈറ്റ് ഉണ്ടോ? ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇത് ഡൂക്കിൻ്റെ 390 അറിയില്ലേ? ഡൂക്കിൻ്റെ. ഇത് ഹിമാലയ പുതിയ മോഡൽ BS6 ഹിമാലയ. IQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയില്ല, പുതിയ മോഡലാണ് BS6 ഇത്. അതേപോലെ ഇത് 2024 ബുള്ളറ്റിൻ്റെ ബാക്ക് മങ്ങാട് കിട്ടാ റേറാണ്. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. നിഞ്ച എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഹീറോ ഹോണ്ട പിന്നെ യമഹ, ബജാജിൻ്റെ ഈ വണ്ടികൾ, സുസുക്കി, ഈ വണ്ടികളുടെ ഈ കമ്പനികളുടെ പാർട്സ് ഒരുവിധം എല്ലാ പാർട്സും ഉണ്ടാവും. നമുക്ക് ഹോണ്ടയുടെയും യമഹയുടെയൊക്കെ ഫുൾ സെറ്റ് ഉണ്ടാവും. എല്ലാ വണ്ടികളുടെയും ഒരുവിധം എല്ലാ വണ്ടികളുടെയും ബോഡി പാർട്സ് ഇട്ടാ. എഞ്ചിനൊന്നും ഉണ്ടാവില്ല, ബോഡി പാർട്സ് എല്ലാം ഉണ്ടാവും. ഇത് RR310 പറയില്ലേ, ആ വണ്ടിയുടെയാണ്. അതേപോലെ തന്നെ ഇവിടെ വേറെ ഉണ്ട്. ഇത് V4 MT ഒക്കെ പറയില്ലേ, MTയുടെ ഉണ്ട്. V4 ആയത് ഫ്രണ്ട് ഷോക്ക് അല്ലേ? ഫ്രണ്ട് ഫുൾ സെറ്റ് ഉണ്ട്. ഇവിടെ ഷോക്ക് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട് ഒരുവിധം. ഇതിപ്പോൾ ഇത് RTRന്റെ സൈലൻസർ, ഹിമാലയയുടെ സൈലൻസർ, ബുള്ളറ്റിൻ്റെ ഇത് RTRൻ്റെ ഉണ്ട്. അങ്ങനെ ഇത് V3യുടെ F-Z R15 V3 എൻഡോർക്കിൻ്റെ പാർട്സ്. എൻഡോർക്കിൻ്റെ ഒരു പാർട്സ് ഉണ്ട്. എൻഡോർക്ക്
ഇതൊക്കെ ഷൈൻ യൂണിക്കോൺ ആ വണ്ടികളുടെ ഒറിജിനൽ വട്ടടാ. ഇതൊക്കെ ഷൈൻ യൂണിക്കോൺ പുതിയ മോഡൽ BS6 BS4 ആണ് ഇരിക്കുന്നത്. പ്ലഷർ പുതിയ മോഡലട്ടാ. പിന്നെ ടാങ്ക് നോക്കി കഴിഞ്ഞാൽ യൂണിക്കോണിൻ്റെ ഉണ്ട്. ഷൈൻ യൂണിക്കോൺ ഇതേ കിടക്കണത് ഹിമാലയ, പിന്നെ ബുള്ളറ്റിൻ്റെ, ജാവ 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ഉണ്ട്. അതിൻ്റെ ജാവയുടെ ഒക്കെ ഉണ്ട്. ജാവയുടെ ഒക്കെ ഉണ്ട്. പുത്തൻ ടാങ്ക് ഒക്കെ ഉണ്ട്. BS6ൻ്റെ ടാങ്ക് ആണെങ്കിൽ പെട്ടി, ഒറിജിനൽ ടാങ്ക് പെട്ടി, പുത്തൻ ടാങ്ക് ഉണ്ട്. മെത്തിയോറിൻ്റെ ടാങ്ക് ഉണ്ട്. മാസ്ട്രോ BS6 പുതിയ മോഡൽ, ഏറ്റവും പുതിയ മോഡലാട്ടാ. അതേപോലെ ഇത് എക്സ്ട്രീം പുതിയ മോഡൽ, എക്സ്ട്രീം 160R എന്ന വണ്ടിയുടെ പേര്. അതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഇതൊക്കെ ഏറ്റവും പുതിയ മോഡലാണ്. ഇത് ഷോറൂമിൽ മാത്രമേ കിട്ടാനുള്ള സാധനങ്ങളാണ്. ആർക്ക് ആവശ്യപ്പെട്ടാലും ഇങ്ങോട്ട് പോരട്ടാ. നമ്മുടെ ഷോപ്പിലുള്ളത് എപ്പോഴും പഴയ ബാരിങ്സ് ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബാരിങ് ആയിരിക്കും. ഇപ്പം എല്ലാതും നമ്മൾ പുതിയ ഫാക്ടറികളിലേക്കുള്ള ബാരിങ്ങുകളുണ്ടാവും. പിന്നെ ചെറിയ മെഷീനറികൾക്കുള്ള ബാരിങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ വണ്ടികളുടെ ഉള്ള ബാരിങ്ങളുണ്ട്. എല്ലാം നമുക്ക് പുതിയ ബാരിങ്ങിൻ്റെ ഒരു 10% റേറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. അത്ര നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടും ചെയ്യും. ഇപ്പോൾ പുതിയത് വരുന്ന നോക്കുമ്പോൾ കുറേ ചൈന ക്വാളിറ്റിയാണ് റേറ്റ് കുറഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ക്വാളിറ്റിനേക്കാളും നല്ലത് ഒറിജിനൽ ക്വാളിറ്റി കിട്ടും ഇവിടെ നമ്മുടെ അവിടെ. നിക്സൺ ചേട്ടനൊക്കെ ഇവിടെ കട തുടങ്ങിയ സമയത്ത് ഞാൻ തൊടുപുഴയിൽ നിന്ന് ഇവിടെ വന്ന് 2 വീലറിനുള്ള സാധനം എടുത്തിട്ടുണ്ട്. നിക്സൺ ചേട്ടൻ എത്രയാണ് ഷട്ടർ? 48ാമത്തെ ഷട്ടറിൽ വന്നു കഴിഞ്ഞാൽ 2 വീലറിനുള്ള എന്ത് സാധനവും നിക്സൺ ചേട്ടൻ എടുത്ത് തരും. വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ്. 2 വീലറിൻ്റെ ഒറിജിനൽ സ്പെയർ പാർട്സ് എല്ലാം ഇവിടെ കിട്ടും. എന്താവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഡ്യൂക്ക് 250യുടെ മങ്കാട് BS3യുടെ പെട്രോൾ ടാങ്കാണിത്. ഡ്യൂക്ക് കിട്ടാത്ത റയറാ. പിന്നെ ഇത് ഡ്യൂക്കിൻ്റെ നമ്മൾ മോട്ടറിലാണ് പെട്രോൾ ടാങ്കിൻ്റെ കവർ വരണത്. ഇതിൻ്റെ തന്നെ മേളിൽ വരണത് BS3 പവറിൻ്റെ ഒക്കെ. പിന്നെ ഇത് ഡിസ്ക് പ്ലേറ്റുകളാണ്. 50 മീറ്റർ BS3, MT V3യുടെ ഒക്കെ പുതിയ പുത്ത മീറ്ററുകളാണ്. ഇപ്പം മീറ്റർ വേണ്ട, ഷെല്ല് മാത്രമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെല്ലും ഉണ്ട്. MT V3യുടെ മാത്രം ഷെല്ല. നല്ല ഷെല്ലുകളാണ്. ഇപ്പോൾ ഷെല്ല് കംപ്ലൈൻ്റ് ആയിട്ട് ഈ സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ കയറിയിട്ടാണ് കൂടുതൽ മീറ്റർ ഡാമേജ് ആയി പോണത്. നമ്മൾ ഈ ഷെല്ല് മാത്രം മാറ്റുകയാണെങ്കിൽ നല്ലൊരു നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3000 ആണ് അല്ലെങ്കിൽ 3000 4000 കൊടുത്ത് 5000 കൊടുത്ത് മീറ്റർ വാങ്ങണതിന് പകരം നമ്മളൊരു 500 കൊടുത്ത് ഈ മീറ്റർ ഷെല്ല് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും ഉണ്ട്. ഡ്യൂക്കിൻ്റെ ആയാലും 390യുടെ ആയാലും നമ്മുടെ ഷെല്ല് ഉണ്ടണ്ട. 390യുടെ ഷെല്ല് വരണത്. അവൻ്റെ പുതിയ വണ്ടികളുടെ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ECU എല്ലാ മോഡലുണ്ട്. ഇത് പഴയ മോഡൽ ECU ആണ്. പുതിയ അതിൻ്റെ KTM-ൻ്റെ തന്നെ കൂടുതൽ നമ്മളതിൽ ഇപ്പോൾ നമ്മൾ പൊളിച്ചിട്ടുള്ള വണ്ടികൾ മൊത്തം KTM-ൻ്റെ ആണ്. അതിൻ്റെയാണ് എല്ലാവരും സ്പെയർ തപ്പി നമ്മൾ അന്വേഷിക്കാൻ വരുന്നത്. അങ്ങനെ അല്ലാണ്ട് നമ്മുടെ ഒരു ഇതൊക്കെ ഉണ്ട്. വണ്ടികൾ തന്നെ ഉണ്ട്. ചേസ്. പിന്നെ ഇത് ഡ്യൂക്കിൻ്റെ എഞ്ചിനാണ്. എഞ്ചിൻ നമ്മൾ സ്പെയർ പാർട്സ് ആയിട്ട് കൊടുക്കുള്ളൂ. സ്റ്റാർട്ടിങ് എഞ്ചിനാണ്. നമ്മൾ 200ൻ്റെ ആണ്. ബാക്കിയുള്ളത് നമുക്ക് 390 കാര്യങ്ങളൊക്കെ ഗോഡൗണിൽ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പാർട്സ് ആയിട്ട് കൊടുക്കുള്ളൂ. എഞ്ചിൻ മൊത്തമായിട്ട് കൊടുക്കില്ല. ഷോക്കൊക്കെയോ? ഏതാ അത് ഡ്യൂക്കിൻ്റെ V4. പിന്നെ അതൊക്കെ തന്നെ നല്ല കണ്ടീഷൻ സാധനങ്ങൾ നമുക്ക് ഗോഡൗണിൽ വണ്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്പെയർ വേണമെന്നനുസരിച്ചുള്ളത് നമ്മൾ ഇതാക്കി കൊണ്ട് കൊടുക്കും. ഒരു ചെയ്സൊക്കെ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം പറഞ്ഞ കാരണം ചെയ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചെയ്സ് അങ്ങനെ കിട്ടാറില്ല. പിന്നെ അതിൻ്റെ തന്നെ വയറിംഗ് കിറ്റുകൾ. ഇത് RCയുടെ വയറിംഗ് കിറ്റ്. ഇത് ഡ്യൂക്ക് 390യുടെ വയറിംഗ് കിറ്റ്. BS6 അതേപോലെ തന്നെ V4 V3 ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് V3 പെട്രോൾ ടാങ്കാണ്. നല്ല ടാങ്കാണ് ഇത്. അതേപോലെ തന്നെ ഇത് V4 MTയുടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പം തന്നെ ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ സെയിൽ ചെയ്താൽ. ഇത് ഇതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ പാർട്സ് ആയിട്ട് കൊടുത്തുള്ളത്. ഇത് 125ൻ്റെ ആണ്. ഇത് 200ൻ്റെ ആണ്. ഇത് V3യുടെ എഞ്ചിനാണ്. ഇത് എഞ്ചിൻ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഹെഡിനാണ് കയറി വരാം. ഈ ഹെഡിൻ്റെ സ്പെയറിന് മാത്രം ക്യാമറ ഓക്രാം എല്ലാം അടക്കം ഷോറൂമിൽ വരെ 15 രൂപയുടെ അടുത്ത് വരും. ഇതിൻ്റെ ക്യാമും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതിൻ്റെ പകുതിക്കും കമ്മിൻ്റെ റേറ്റിനാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഹെഡും നമുക്ക് കച്ചവടം ആവേണ്ടതാണ്. പക്ഷേ ചെറിയൊരു ഡാമേജ് ഉള്ള കാരണം നമ്മളത് കസ്റ്റമറോട് പറഞ്ഞ് പാർട്സ് മാത്രമായിട്ട് കൊടുത്തു. പിന്നെ ഇതേപോലെ 390യുടെ ഹെഡാണിത്. കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ബാക്കി എഞ്ചിൻ പാർട്സാണ് ഇതിൽ വരണത്. ഇതിൽ ക്രാങ്ക് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമ്മളിത് കൊടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RC ക്യാൻസൽ ചെയ്യുന്ന ഭാഗമായിട്ട് ഇതിൻ്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് എഞ്ചിന് നമുക്ക് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ 200ൻ്റെ ഹെഡാണിത്. ഡ്യൂക്ക് 200, 125. ഇതിൻ്റെയൊക്കെ പിസ്റ്റൺ സിലിണ്ടർ. ഇതിപ്പോൾ നമ്മുടെ ഈ V3യുടെ തന്നെ പിസ്റ്റൺ സിലിണ്ടറാണ്. നല്ല പിസ്റ്റൺ സിലിണ്ടറാണ്. നമ്മളത് കവർ ചെയ്ത് വെച്ചേക്കാം ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ വണ്ടിയുള്ള റേഡിയേറ്റർ
ഇത് ഇത് ഡ്യൂക്കിൻ്റെ റേഡിയേറ്ററാണ്. അതേപോലെ തന്നെ ഇത് ഡൊമിനോറ്, ഇത് ഡ്യൂക്ക് BS6 മോഡല്. എൻ്റെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ റേഡിയേറ്ററുകളും അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ 2 വീലർ ഉണ്ട്, കാറിൻ്റെ ഉണ്ട്, ഫുൾ റേഞ്ച് ഐറ്റംസ്. പഴയ മാക്സിൻ്റെ സാമ്രായ് ഷോഗൻ തൊട്ട് ന്യൂജൻ 2 വീലറുകൾ എല്ലാ ഐറ്റവും ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കാറിൻ്റെ ബോഡി പാർട്സിൽ ബോണറ്റ്, ബമ്പർ, ഗ്രില്ല്, സ്കർട്ടിങ്, റൂഫ് റെയിൽ, അതുപോലെ സ്പോയിലർ, ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഹോൾസെയിൽ റേറ്റ്. മാറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, സൈഡ് മിററുകൾ, അങ്ങനെ ഫുൾ റേഞ്ച് ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടഡ് ഐറ്റം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. നല്ല ഐറ്റം. റൂം നമ്പർ 36, ലൈജു ജോയ്. 36 വന്ന് റൂം നമ്പർ 36 നമ്മുടെ ഷോപ്പാണ്. അതിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിൽ വിളിച്ചാൽ എന്ത് ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് ഡെലിവറി ഉണ്ട്. ഹോൾസെയിൽ റേറ്റ് ക്വാളിറ്റിയുള്ള ഐറ്റംസ്. ഈ ചുരുക്കി പറഞ്ഞൊരു ഡിയോൻ്റെ മഡ്ഗാർഡ് 350 രൂപ വില വരും. സ്പ്ലെൻഡറിൻ്റെ വൈസർ 250 രൂപ. അങ്ങനെ ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള ഐറ്റം. ജീപ്പിൻ്റെ ഇതാണുള്ളത്, അംബാസഡറിൻ്റെ പഴയ മോഡലുള്ള മോഡൽ Fiat. ഇത് ജീപ്പിൻ്റെ പമ്പ്, ഇത് അംബാസഡറിൻ്റെ പമ്പുകൾ, ഇത് പമ്പുകൾ, അങ്ങനെ ഏറെക്കുറെ വണ്ടിയുള്ള പമ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ. സ്റ്റീറിങ് അതേതാ സ്റ്റീറിങ്? ഇത് സ്റ്റീറിംഗ് വട്ട് അംബാസഡറിൻ്റെ പഴയ മോഡല്. അംബാസഡറിൻ്റെ അല്ലേ? പഴയ മോഡൽ കേട്ടോ. ഓക്കെ. ഒരു ബോക്സ് ജീപ്പിൻ്റെ, ഡെമ്മ്, അത് ജോയിൻ്റ് കേട്ടോ. ജോയിൻ്റ്, ജീപ്പിൻ്റെ ജോയിൻ്റ് അല്ലേ? ജീപ്പിൻ്റെ ജോയിൻ്റ്. ഒമിനിയുണ്ട്, പ്രാങ്ക് ഉണ്ട്, ലൂസ് സാധനങ്ങളൊക്കെ കിട്ടും. ഇത് ക്രൗൺ ബിനിയൻ ജീപ്പിൻ്റെ. ഇത് AC കംപ്രസറുകളാണ്, അത് സെൽഫ് മോട്ടറുകൾ, ഇത് റേഡിയേറ്ററുകൾ. ഷോക്കൊക്കെ ഉണ്ടല്ലേ? കാറുകളുടെ ഓട്ടോറിക്ഷ പൈപ്പിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഓട്ടോറിക്ഷയുടെ ഉണ്ടല്ലേ? ഓട്ടോറിക്ഷയുടെ എന്തൊക്കെയുള്ള? ഓട്ടോറിക്ഷ എൻജിൻ പാർട്സ് ഉണ്ട്, ബോഡി പാർട്സ് ഉണ്ട്. അതിൻ്റെ എഞ്ചിൻ്റെ ഓട്ടോറിക്ഷ ഗിയർ ബോക്സ് ഉണ്ട്. ഇതേ ഓട്ടോറിക്ഷ ഗിയർ ബോക്സ് 4 ഗിയറിൻ്റെ ഓട്ടോറിക്ഷയുടെ ഗിയർ ബോക്സ് 4 ഗിയർ ഡീസലിൻ്റെ അതിൻ്റെ എഞ്ചിൻ്റെ ആയിരിക്കുന്നത്. അത് വെള്ളിമുങ്ങര ഗിയർ ബോക്സ്. ഇത് ഓട്ടോറിക്ഷയുടെ ഡിസ്ക്, ആൽഫ, ആപ്പ, ഡിസ്കോള്, ഇതിൻ്റെ എഞ്ചിൻ്റെ ഹെഡ്, ആപ്പയുടെ ഹെഡ്, സിലിണ്ടർ, പിന്നെ എല്ലാവരും എല്ലാം ഉണ്ട്. ഇവിടെ ഇനി പാർട്സ് ഉണ്ട്, ഓട്ടോറിക്ഷയുടെ എല്ലാ പാർട്സും ഉണ്ട്. എല്ലാ പാർട്സും ഉണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പുകളാണ്. 450 ഉണ്ട്. അതിനെല്ലാം ഒരുവിധ വണ്ടികൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എർട്ടിഗ, വാഗനർ വണ്ടികളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബോക്സിലൊക്കെ ഇരിക്കുന്നത് പുതിയത്, അതെല്ലാ മോഡലും പുതിയതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനോവയുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് അസംബ്ലി ഐറ്റംസ്. ഇത് സ്വിഫ്റ്റിൻ്റെ വാൽ കവർ സെറ്റ്, ECMകൾ, ഹെഡ്, ഇവരുടെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ബൂസ്റ്റർ വിത്ത് മാസ് സിലിണ്ടർ, അത് എല്ലാം പോളീസ്, ഇനോവ, ക്രിസ്റ്റ എല്ലാം ഇതിൻ്റെ ഉണ്ടായിരുന്നുണ്ട്. ഈ വീൽ ഡിസ്ക് ദോസ്ത് വണ്ടികളുടെ, ഇനോവയുടെ വീൽ ഡിസ്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനോവയുടെ ആക്സിൽ, ABS വരുന്ന ആക്സിലുകൾ, വൈപ്പർ മോട്ടറുകൾ, ഇനോവയുണ്ട്. I10, I20, ഇനോവ. വൈപ്പർ മോട്ടറാണോ? വൈപ്പർ മോട്ടറുകളാണ്, ഇതൊക്കെ വൈപ്പർ മോട്ടറുകൾ. ഇത് എല്ലാ വണ്ടികളുടെയും ടാങ്കിൻ്റെ ഉള്ളിലത്തെ പമ്പ് വിത്ത് ഫ്ലോട്ട് സെറ്റുകൾ. ഇത് വലിയ വണ്ടിയുടെ ആണോ? അല്ല, കാർ സെക്ഷൻ I10, I20, സ്വിഫ്റ്റ് അങ്ങനത്തെ മോഡൽ വണ്ടികളുടെ ടാങ്കിൻ്റെ ഉള്ളിലത്തെ പമ്പ് ഫ്ലോട്ട് സെറ്റുകൾ. ഇനോവ 2015 വരെയുള്ള വണ്ടികളുടെ ക്രൗൺ ബിനിയൻ സെറ്റുകൾ സെക്ഷൻ എല്ലാ മോഡലും ഉണ്ട്. I20, I10 ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് മൊഡ്യൂള്, അതിൻ്റെ ഫുൾ സെറ്റ്. ഇനോവ സ്റ്റിയറിംഗ് വട്ട് വിത്ത് ബട്ടണുള്ള ടൈപ്പ് വിത്ത് എയർ ബാഗ്, ഇവക എല്ലാ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. സ്റ്റിയറിംഗ് സ്വിഫ്റ്റ് 2-3 മോഡലുണ്ട്. അതുപോലെ ഹോണ്ട സിറ്റി, I20, എത്തിയോസ്, ബൊലീറോ. ഇവിടെ കാറുകളുടെ എല്ലാവിധ പാർട്സ് ഉണ്ട്. അതായത് ഓൾഡ് ജനറേഷൻ ടു ന്യൂ ജനറേഷൻ എല്ലാ പാർട്സും ഉണ്ട്. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ കൂടുതൽ ഇന്ന് ന്യൂ ജനറേഷൻ കാറുകളായ തിയാഗോ, പിന്നെ മാരുതി, വോക്സ്വാഗൻ, അങ്ങനെ എല്ലാ വണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ
ഓൾ കൈൻഡ് ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ എൻജിൻ പാർട്സ്, ഗിയർ ബോക്സ്, അങ്ങനെ ബോഡി പാർട്സ് എല്ലാം ഉണ്ടായിരിക്കും. ഇത് കണ്ട ടൈൽ ലാമ്പുകളാണ്. ഇത് റിറ്റ്സിൻ്റെ SX4, പഴയ മോഡൽ SX4, പിന്നെ പുതിയ മോഡൽ ഡിസയർ, അതിൻ്റെ ടൈൽ ലാമ്പുകളാണ്. ഇത് വേറെ സെറ്റാണ്. പഴയ മോഡൽ ഫിഗോ, ഫിയറ്റ് പുണ്ടോ, പിന്നെ ടെറാനോ, എല്ലാ വണ്ടികളുടെയും ഉണ്ട് പാർട്സ്. ഇത് കോമ്പിനേഷൻ സ്വിച്ചുകൾ, ഉള്ളിൽ പോയ സെൽഫ് മോട്ടർ, ആൾട്ടർനേറ്റർ, അങ്ങനെ സെൽഫ് മോട്ടർ, ആൾട്ടർനേറ്റർ, പിന്നെ അതുപോലെ വൈപ്പർ മോട്ടർ, വൈപ്പർ ബ്ലേഡ്സ്, പിന്നെ മിറേഴ്സ്. പുതിയ മോഡലെല്ലാ പഴയ മോഡലെല്ലാ വണ്ടികളും മിറേഴ്സ്. ഇത് ഓട്ടോഫോൾഡ്, നമ്മുടെ ഇത് വരുന്നതാണ്. ഓട്ടോഫോൾഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്ന ടൈപ്പ് മിററുകളാണ്. ഇത് അഫോർഡബിൾ റേറ്റ് ആണ്. ഒരു പുതിയതിൻ്റെ ഒരു 400-500 റേറ്റ് വരും. നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഒരു 200-500, 2 രൂപ അതിന് താഴെ വരുള്ളൂ. ഇത് എൻജിൻ പുള്ളികൾ. ഇത് പഴയ മോഡൽ വണ്ടികൾക്ക് വരുന്നതാണ് പവർ സ്റ്റിയറിംഗ് പമ്പുകൾ. ഓൾഡ് വണ്ടികൾക്ക് വരുന്ന പവർ സ്റ്റിയറിംഗ് പമ്പുകളാണ്. എൻജിനിൽ വരെയായിരിക്കും ഇത്. ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ മോട്ടർ ടൈപ്പ് ആയിരിക്കും. ഡിഫറൻസ്. ഇത് സ്റ്റിയറിംഗ് ബോക്സ്. ഇത് താഴെ സ്റ്റിയറിംഗ് ബോക്സിലേക്ക് യൂണിവേഴ്സൽ ജോയിൻറ്റ് കൊടുക്കുന്നത്, സ്റ്റിയറിംഗ് കോളത്തുമെന്ന് പോകുന്ന പീസ്. ഇതാണ് നമ്മുടെ ഗിയർ ലിവേഴ്സ്. ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിംഗ് മൊഡ്യൂൾ. ഇത് പഴയ മോഡൽ വാഗനറിൻ്റെ ആണ്. ഇത് സ്വിഫ്റ്റിൻ്റെ ഒക്കെ വരുന്ന ടൈപ്പ് മൊഡ്യൂൾസ്. ഇതൊക്കെ ഡാമേജ് ഉണ്ട്, അത് നമ്മൾ വണ്ടികളുടെ ആയിരിക്കുമ്പോൾ ഡാമേജ് ഉണ്ടാവും. ഇതാണ് കംപ്രസർ. നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ തണുത്ത് കുളിർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കംപ്രസർ. ഇത് സിയാസിൻ്റെയാണ്. അങ്ങനെ പല വണ്ടികളുടെ ഉണ്ട്. ഐറ്റം ഗ്രാൻഡ്, മാരുതി സെക്ഷനാണ് കൂടുതൽ. വാഗനർ, എല്ലാ ടൈപ്പുകളുണ്ട് മാരുതി സെക്ഷൻ. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഐറ്റം ഗ്രാൻഡ്, വിസ്റ്റ, ക്വാർട്ടർ ജെറ്റ്, ഗെറ്റ്സ്, പഴമുള്ള ഗെറ്റ്സ്, ഇയോണ് പറഞ്ഞ വണ്ടികളുടെ ബീറ്റ് പെട്രോള്, അങ്ങനത്തെ ഐറ്റംസ്. ഇത് വരുന്നത് I10 ഹുണ്ടായുടെ സെക്ഷനിൽ വരുന്ന വണ്ടികളുടെയാണ്. I10, I20, പിന്നെ ഇയോണ്, അങ്ങനെ എല്ലാ വണ്ടികളിലും നമ്മുടെ വരുന്നുണ്ട്. മീറ്റർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സിയാസ്, സെലേറിയോ, അങ്ങനെ 100 വർഷം എല്ലാ വണ്ടികളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് അവൈലബിലിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് പഴയ മോഡൽ ഓൾട്ടോ, വാഗനർ, അതിനും താഴെയുള്ള മോഡലുകൾ നമ്മുടെ കയ്യിൽ പരമാവധി സ്റ്റോക്ക് കുറഞ്ഞു തുടങ്ങി, സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങി. കാരണം കാലപ്പഴക്കം കൊണ്ട് അതിന് ആൾക്കാർ വരാത്ത കാരണമാണ് പരമാവധി സ്റ്റോക്ക് ഔട്ട് വരുന്നത് നമ്മുടെ ഷോപ്പിൽ. ഇവിടെയുള്ളതൊക്കെ ദോസ്ത്, ബലറോ, മാക്സിമോ, സൂപ്രൈസ്, വെള്ളിമൂങ്ങ, അങ്ങനെയുള്ള വണ്ടി, ജിത്തോ, അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ പാർട്സുകൾ, ബോഡി പാർട്സുകൾ, ഇന്ത്യൻ പാർട്സുകളൊക്കെ അങ്ങനെയുള്ള വണ്ടികളുടെ സാധനങ്ങളുള്ള മോഡൽ കേട്ടോ. ആക്സിലുള്ള വണ്ടികളുടെ ഏത് വണ്ടിയുടെ അതെല്ലാ വണ്ടികളിലും ഉണ്ട്. ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വയറിങ്ങുകളാണ്. അതൊക്കെ ഓരോ വണ്ടികൾ വയറിങ്ങിൻ്റെ സാധനങ്ങളും അതിലേക്ക് പേരിലേക്ക്. ടൂ വീലർ ഐറ്റംസാണ് ഇവിടെ കൂടുതലും. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ടൂ വീലറുണ്ട്. സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ്, പുതിയതില്ല നമുക്കിവിടെ. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഞങ്ങളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. പഴയ വണ്ടിയുടെ വിൻറ്റേജ് വണ്ടി RX100, യമഹ, മനസ്സിലായ ബുള്ളറ്റ്, തണ്ടർബേർഡ്, എല്ലാ വണ്ടികളുടെ. ഇത് ബുള്ളറ്റ് 3, ഇത് തണ്ടർബേർഡ് X എന്ന് പറഞ്ഞ മോഡല്. 2018-19 മോഡല്. പഴയ മോഡല് ഇത് RX100 പഴയ മോഡൽ ജപ്പാൻ വണ്ടികളൊക്കെ അഴിച്ചിട്ടുണ്ട്. 86-87 മോഡലൊക്കെ. ഓക്കെ, അതിൻ്റെ സാധനങ്ങളൊക്കെ കൂടെ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ RX-ൻ്റെ എടുക്കുന്നത് സൈഡ് കവർ, ബാക്ക് മോഡലാണ്. അതുപോലെ XLT, Deluxe എന്ന് പറഞ്ഞ മോഡല്, രാജോദിൻ്റെ തന്നെ. ഓക്കെ, ദോസ്തിൻ്റെ സാധനങ്ങളുണ്ട്. ബഡാ ദോസ്ത്, ബൊലോറോ പിക്കപ്പ്, ഇടിച്ച വണ്ടികളുടെ സാധനങ്ങൾ, ടോട്ടൽ ലോസ് വണ്ടികൾ എടുക്കുന്നതാണ്. അങ്ങനത്തെ എല്ലാ ഐറ്റങ്ങളുണ്ട്. റൂം നമ്പർ 99. ഐസറിൻ്റെ എയർ ടാങ്ക്. ഓക്കെ. ബമ്പർ, അത് നിസാൻ്റെ ബമ്പർ 407 ഡീസൽ ടാങ്ക്, ഐസറിൻ്റെ ഡീസൽ ടാങ്ക്. പിന്നെ ഡിസ്കുകൾ ഐസർ, മസ്താൻ, നിസാൻ ഡിസ്കുകൾ. പിന്നെ ഗിയർ ബോക്സ് നിസാൻ്റെ, ഇത് മസ്ത ഗിയർ ബോക്സ്. പിന്നെ ഹൗസിങ്ങുകൾ ഇരിക്കുന്നതൊക്കെ അവതാർ, മസ്ത, ഐസർ, നിസാൻ, എല്ലാ വണ്ടികളിലും ഉണ്ട്. ബെയറിങ്ങൾ, വീൽ ബെയറിങ്, പിന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ മറ്റേ വീലുകളാണത് ഐസർ. പിന്നെ അതേപോലെ തന്നെ ഗിയർ വീലുകൾ എല്ലാതും ഉണ്ട്. പിന്നെ ടോപ്പ് ഗിയർ, പിന്നെ അതേപോലെ തന്നെ കൗണ്ടർ ഷാഫ്റ്റ്, ഐസറിൻ്റെ കൗണ്ടർ ഷാഫ്റ്റുകളാണത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ. നിസാൻ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ വീലുകൾ, ടോപ്പ് ഗിയർ, പിന്നെ ആക്സിലുകൾ,
മസ്ത ഐസർ നിസാൻ എക്സൽ, ഐസറിൻ്റെ സ്പൈഡർ കേസ് സ്റ്റാർ, നിസാൻ ഡൈനാമോ ഓൾട്ടർനേറ്റർ ഡൈനാമോ എന്ന് പറയും. പിന്നെ ടർബോ മസ്ത ഐസർ അങ്ങനത്തെ വണ്ടികളൊക്കെ ടർബോ. ഐസറിൻ്റെ സ്പൈഡർ കേസ് സ്റ്റാർ, പിന്നെ മറ്റേ ഐസറിൻ്റെ പമ്പുകൾ എല്ലാതും ഉണ്ടാവും. പിന്നെ എക്സൽ ഐസറിൻ്റെ. പിന്നെ അതേപോലെ തന്നെ മുകളിലിരിക്കുന്നതൊക്കെ റേഡിയേറ്ററുകൾ, ഐസർ മസ്ത നിസാൻ്റെ റേഡിയേറ്ററുകൾ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ബീലാണ് ഉള്ളിലത്തെ, റിവേഴ്സർ, ടോപ്പ് ഗിയർ അങ്ങനത്തെ സംഭവങ്ങളാണ്. ടൂ വീലറിന്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ടൂ വീലറിന്റെ എല്ലാവിധ ടാങ്ക് ഐറ്റംസ് കൂടുതലുണ്ടല്ലേ? ടാങ്ക്, ടാങ്കുകളുണ്ട്, വീലുകളുണ്ട്, എഞ്ചിൻ, അങ്ങനെ എല്ലാ ഐറ്റം കേട്ടോ. യാർഡ് എടുത്തോ. ഹെഡ്ലൈറ്റ്, ടൈലാമ്പ്, മിറർ, വൈസർ, സ്പോയിലർ, പുതിയത് വിൽപ്പന കടയിലുള്ളത്. എല്ലാ വണ്ടികളിലും ഉണ്ടോ ഹെഡ്ലാമ്പ്? കാറുകളുടെ, കംപ്ലീറ്റ് കാറുകളുടെ. വീൽ കപ്പുകളുണ്ടാവും, സിംഗിൾ പീസുകളുണ്ടാവും. പിന്നെ സൈഡ് വ്യൂ മിറർ എല്ലാ വണ്ടിയിലും ഉണ്ടാവും. പിന്നെ ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും ലൈറ്റുകൾ ഐറ്റംസുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ. പിന്നെ ജാക്കികൾ ഇവിടെ അത് 40 അത് 20, 16, 10, 5, 3, 2. ഇത് ഈ ചെറുതിനൊക്കെ എന്താ വില? വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ഉണ്ട്. അതൊക്കെ പല ചോദിക്കുന്നുണ്ട്. അതൊക്കെ ലാറിക്ക് അതെ. 66ാമത്തെ ഷർട്ടാണ് നമ്മുടെ കട. ഇതിലുള്ളത് ടയേഴ്സ്, ജിക്സർ ടാങ്ക്, അതുപോലെ പൾസർ, ബുള്ളറ്റ്, ഡൊമിനാർ, വീല്, പിന്നെ എൻ്റെ സ്റ്റമ്മ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ BS6, XS ഹെഡ്ലൈറ്റ്, പിന്നെ NSൻ്റെ ടാങ്ക് കവർ, ബൈക്കിൽ പെട്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. സ്റ്റമ്മുകളാണെങ്കിലും എല്ലാ ബൈക്കിലുള്ളയും സ്റ്റമ്മുകളുണ്ട്, ടാങ്കുകളാണെങ്കിലും എല്ലാം ഉണ്ട്. ബുള്ളറ്റിൻ്റെ അലോയ് വീല് കാര്യങ്ങൾ, ഡൊമിനാർ, ഡോക്ക്, അതുപോലത്തെ എല്ലാ വണ്ടികളുടെയും വീലുകളും കാര്യങ്ങളും നമ്മളതിനകത്ത് സ്റ്റോക്കുള്ളതാണ്. പിന്നെ അതുപോലെ കിറ്റുകൾ, പൾസർ, പിന്നെ 220 അതുപോലുള്ള കാര്യങ്ങൾ എല്ലാ കിറ്റുകളും നമ്മളതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഇത് പുതിയതല്ലേ? പുതിയത് തന്നെയാണ്. ചെറിയ ഒരു സ്ക്രാച്ച് അല്ലേ? അതൊക്കെ ഇങ്ങനെ വരുന്ന പാർട്സിൽ ബ്ലാക്ക് വേണ്ടി. ഓക്കെ. ഇതിന്റെ ബോഡി പാർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, സൈഡ് ഡോർ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ വേറെ കളർ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ കളർ ചെയ്ത് കൊടുക്കുമോ, പെയിന്റ് ചെയ്യുമോ? ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് ചെയ്ത് വരുന്നതാണ്. ഇവിടുത്തെ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ബോഡി പാർട്സുകളാണ്. ബൈക്കിൻ്റെ അതായത് എക്സസൈസ് മൊത്തം ചെയ്യുന്നുണ്ട്, ബോഡി പാർട്സുകളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മീറ്റർ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്, വണ്ടികളിലെ എല്ലാ മീറ്ററുകളും എല്ലാ വണ്ടിയുടെയും മീറ്ററുകൾ ചെയ്യുന്നുണ്ട്. ടൂ വീലറിൻ്റെ എല്ലാം 2 വീലറിൻ്റെ കേട്ടോ. ഇതൊക്കെ ഡ്രീമുക, അപ്പാച്ചി, അതുപോലെ ഷോഗൺ, RXZ, അങ്ങനെ എല്ലാ വണ്ടി, YBX എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിയുടെയും ബോഡി പാർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റുകൾ കമ്പനി ഹെഡ്ലൈറ്റുകൾ ഉണ്ട്. എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റാണ് LED, കമ്പനി ഹെഡ്ലൈറ്റുകൾ ഉണ്ട്. അതുപോലെ ഡ്യൂക്കിൻ്റെ മങ്കാടുകൾ, ഇതൊക്കെ പിള്ളേർ ഇപ്പോൾ കുറേ കൊണ്ടുപോകണമാണ് നമ്മൾ. ഡ്യൂക്കിൻ്റെ മങ്കാട്, RCൻ്റെ മങ്കാട്, പൾസറിൻ്റെ ഹബ്ബ്. ഇപ്പോൾ കുറേ പേര് ഡിസ്ക് കയറ്റാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് വരുന്ന ഹബ്ബും കാര്യങ്ങളൊക്കെയാണ്. പൾസറിൻ്റെ ഹബ്ബാണ്. അപ്പോൾ പൊതുവേ കുറവാണ്, കുറേ സ്ഥലങ്ങളിൽ കിട്ടാനില്ല സാധനമാണ്. ഹെഡ്ലൈറ്റുകൾ അപ്പുറത്ത് അത് ഇതിൻ്റെയാണ്, മാസ്ട്രോ എഡ്ജിൽ അതിൻ്റെ തന്നെയാണ്. പിന്നെ V3യുടെ ഹെഡ്ലൈറ്റുകൾ, മുകളിലത്തെ ടോപ്പിലുള്ളത്. പിന്നെ അപ്പുറത്തെ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ. പിന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്. സ്റ്റമ്പുള്ള ബൂട്ടാണ്. പല കളറുണ്ടോ ഈ ബൂട്ട്? ബൂട്ട് പല കളറുണ്ട്, പച്ച, ബ്ലാക്ക്. കൂടുതലും കോമൺ ആയിട്ട് ബ്ലാക്ക് തന്നെ പോകാറ്. പിന്നെ ഡൊമിനാർ ത്രോട്ടിൽ, കിക്ക് ത്രോട്ടിൽ അങ്ങനെ ഐറ്റംസ്. പിന്നെ RXൻ്റെ മീറ്റർ. RXൻ്റെ മീറ്റർ ഉണ്ടല്ലേ? RXൻ്റെ മീറ്റർ.
പിന്നെ ഇതൊക്കെ സെക്ഷൻ നമ്മുടെ മിറർ ഐറ്റംസുകളാണ്. 600 ടാങ്ക് ഉണ്ടോ? ടാങ്ക് ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഒരു കുറേ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ കിട്ടാനില്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ പുതിയത് വരുന്നുണ്ട് നമ്മുടെ ടാങ്ക് അപ്പുറത്തിരിക്കുന്നത്. 600 പുതിയത് വരുന്നുണ്ടല്ലേ? ഇതിപ്പോൾ സ്പ്ലെൻഡറിനൊക്കെ വരുന്ന ബട്ടർഫ്ലൈ ക്രാഷ് കാർഡുള്ള ഐറ്റംസുകളാണ്. ഓക്കെ. അഡാപ്റ്റ് വിറ്റാണ് അത്. ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള ഹോൾഡർ ഐറ്റംസുകളൊക്കെയാണ്. പട്ടാളം മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.